വാർത്തയിലേക്ക് പോവുകയാണ്. തിരുവനന്തപുരം വെള്ളറട സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ മദ്യപിച്ച് രാത്രി ഡ്യൂട്ടിക്കെത്തി ഡോക്ടർ. NHM ഡോക്ടറായ ജിത്തുവിനെയാണ് രോഗികളുടെ പരാതിയെ തുടർന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പാറശാല ജനറൽ ആശുപത്രിയിൽ എത്തിച്ച ജിത്തുവിന്റെ രക്തസാമ്പിൾ ശേഖരിച്ച ശേഷം സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. അരുൺ മോഹൻ ചേരുന്നു. അരുൺ മോഹൻ, ഒരു ഡോക്ടറാണ് ഇത്തരത്തിൽ പ്രവർത്തിച്ചത്. ആ ഡോക്ടർ തന്നെ രക്തപരിശോധന വേണ്ടി വന്നു മറ്റൊരു ആശുപത്രിയിൽ എത്തിച്ച്. എന്താണ് അവിടെ സംഭവിച്ചത്? അതാണ് സംഭവം. ഇന്നലെ രാത്രിയായിരുന്നു ഈ സംഭവം. ഈ പറയുന്ന തെക്കൻ മലയോര മേഖലയിലെ ഒരു പ്രധാനപ്പെട്ട ആശുപത്രികളിൽ ഒന്നാണ് ഈ പറയുന്ന വെള്ളറട കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ. ഇവിടെയുള്ള ഡോക്ടറായിരുന്ന ഡോക്ടർ ജിത്തു, അദ്ദേഹം NHM ഡോക്ടറാണ്. ഇദ്ദേഹമായിരുന്നു മദ്യപിച്ച് എത്തിയിരുന്നത്. തുടർന്ന് അവിടെ ചികിത്സയ്ക്കെത്തിയ രോഗികളായിരുന്നു ഇതൊരു ശ്രദ്ധയിൽപ്പെടുന്നതും തുടർന്ന് ഈ വിവരം നാട്ടുകാരെയും ഒപ്പം മേലധികാരികളെയും അറിയിക്കുന്നത്. തുടർന്ന് വെള്ളറട പോലീസ് ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. കസ്റ്റഡിയിലെടുത്ത് ഇയാളെ രാത്രി തന്നെ പാറശാല ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കി. പോലീസ് പറയുന്ന ഭാഗം ഇദ്ദേഹം മദ്യപിച്ചിട്ടുണ്ടെന്ന് പ്രാഥമിക നിലയിൽ കണ്ടെത്തിയിരുന്നെങ്കിലും രക്തപരിശോധന, അതിന് രാസപരിശോധന ഉൾപ്പെടെ നടത്തിയാൽ മാത്രമേ അതിലേക്ക് വ്യക്തത വരൂ എന്നുള്ളതാണ് പോലീസിന്റെ ഭാഗം. എന്തായാലും ഇപ്പോൾ ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇദ്ദേഹത്തെ ജാമ്യത്തിൽ വിട്ടയച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സമാനമായ ഒരു സംഭവം ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി. ഒരു സ്ത്രീയോട് മോശമായി പെരുമാറിയെന്ന് ആരോപിച്ചാണ് ഈ പറയുന്ന സ്ത്രീയുടെ ബന്ധുക്കൾ രംഗത്തെത്തിയ ഒരു പശ്ചാത്തലവും ഈ ഡോക്ടർക്കെതിരെ ഉണ്ടായിരുന്നു. എന്തായാലും ജിത്തു എന്ന് പറയുന്ന ഡോക്ടർക്കെതിരെയാണ് ഇപ്പോൾ നടപടിയെടുത്തിരുന്നത്. ഡോക്ടർക്കെതിരെയാണ് വലിയ ആക്ഷേപം ഉണ്ടാവുന്നത്. ആ ഡോക്ടറെ തന്നെ ഒടുവിൽ പോലീസിന് കസ്റ്റഡിയിൽ എടുക്കേണ്ടി വന്നു എന്നതാണ് സാഹചര്യം. ഡ്യൂട്ടിയിലുള്ള ഡോക്ടർ മദ്യപിച്ചെത്തുമ്പോൾ നാട്ടുകാർക്ക് തന്നെ ഇടപെടേണ്ടി വരുന്നു. പോലീസിനെ വിളിക്കുന്നു. ഒടുവിൽ മറ്റൊരു ആശുപത്രിയിലെത്തി രക്തപരിശോധന നടത്തുമ്പോൾ മദ്യപിച്ചെന്നു തെളിയുന്നു എന്നതാണ് സാഹചര്യം. അരുൺ, ഒരു കാര്യം കൂടി, ഇതിൽ ആരോഗ്യവകുപ്പിന്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ? ഡോക്ടർക്കെതിരായ നടപടികൾ അങ്ങനെ എന്തെങ്കിലും കാര്യത്തിൽ? തീർച്ചയായും ഈ പറയുന്ന സമയം മുതൽ തന്നെ അന്ന് ഇവിടെ രാഷ്ട്രീയത്തിന് അതീതമായി നാട്ടുകാർ ഇവിടെ രംഗത്തെത്തുകയും മേലധികാരി ഈ വിവരം അറിയിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ നമുക്കറിയുന്നത് ഡോക്ടർക്കെതിരെ അന്വേഷണ നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. പിരിച്ചുവിടൽ പോലുള്ള നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. അതൊക്കെ നമുക്ക് വരും മണിക്കൂറിൽ മാത്രമേ പങ്കുവയ്ക്കാൻ കഴിയൂ. എന്തായാലും ഉന്നത തലത്തിൽ ഒരു നടപടിക്ക് സാധ്യതയുണ്ടെന്ന് നമുക്കിപ്പോൾ പറയാം. വെള്ളറടയിലാണ് ഒരു ഡോക്ടറുടെ നീക്കമുണ്ടാകുന്നത്. മദ്യപിച്ച് ഡ്യൂട്ടിക്കെത്തിയ NHM ഡോക്ടർ ദീപുവിനെതിരെയാണ് നടപടി. ആരോഗ്യവകുപ്പിന്റെ നടപടി ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഒരു ജൂനിയർ ഡോക്ടർ തന്നെയാണ് ഈ നീക്കം നടത്തിയത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം.